അങ്ങനെയുള്ള വശവും ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഒറ്റയടിക്ക് പൂട്ടാത്തത്. ചേട്ടാ, സൈബർ അടുത്ത് പഴയ വീഡിയോകളൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ അത് കാലങ്ങൾക്ക് ശേഷം പിന്നിടുന്ന വസന്തം എന്നൊക്കെ നമുക്ക് വേണം പറയേണ്ടി വരും. അങ്ങനെ ഒരാളാണ് ശ്രീ ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടിയുടെ പ്രസംഗങ്ങളാണെങ്കിലും അദ്ദേഹത്തിന്റെ ഈ ജീവിത കാലഘട്ടങ്ങളിലെ പല വിഷ്വൽസും പലപ്പോഴും ട്രെൻഡിങ് ആവുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ശ്രീ പിണറായി വിജയന്റെ ഒരു പൊതുയോഗത്തിലെ ഒരു പ്രസംഗവുമായി ബന്ധപ്പെട്ട കുറച്ച് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ. ആ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് ഇതിനു മുൻപ് കൃത്യമായി പറയുകയാണെങ്കിൽ കട്ടപ്പനയിലെ ഒരു UDF കൺവെൻഷൻ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ബിവറേജസ് കോർപ്പറേഷൻ ഒക്കെ അടയ്ക്കുന്ന ഘട്ടഘട്ടമായി അടയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതിനെപ്പറ്റി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന കട്ടപ്പനയിലെ ഒരു ദൃശ്യമാണ് മദ്യനയം പ്രചരണമാക്കിയ മുഖ്യമന്ത്രി. അതായിരുന്നു വിഷയം. ഈ മദ്യനയത്തിനെതിരെ മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടി അദ്ദേഹം 10% കുറയ്ക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഇടുക്കി ജില്ലയിലെ തടിയമ്പാട്ടെ ഔട്ട്ലെറ്റ് അടയ്ക്കല്ലേ എന്ന് സദസ്സിൽ നിന്ന് ഒരാൾ പറയുന്നത് UDFന്റെ അണിയൊന്നുമല്ല, അത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യണം. ഒരാൾ അവിടുത്തെ മുഖ്യമന്ത്രി വന്ന് മദ്യനയത്തെ പറ്റി സംസാരിക്കുമ്പോൾ ഇടുക്കിയിലെ സാധാ ജനങ്ങൾ പങ്കെടുത്തതാണ്. അപ്പോ പൊട്ടിച്ചിരിയോടുള്ളൊരു സദസ്, അതാണ് നിലവിൽ ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. ആ വീഡിയോയുടെ തൊട്ട് താഴെ മറ്റൊരു വീഡിയോ കൂടെ ട്രെൻഡിങ് ആവുന്നുണ്ട്. അത് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വീഡിയോയാണ്. ചിരിക്കുന്ന മുഖ്യമന്ത്രി, അത് ശരിക്കും നമുക്കിപ്പോ ഒരു സ്വപ്നമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണല്ലേ. ജനക്കൂട്ടത്തിന്റെ ഇടയിലെ നമുക്ക് ഉമ്മൻചാണ്ടിയെ കാണാൻ കഴിയുള്ളൂ. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന നേതാവ് എന്ന് പറയുന്നത് ജനക്കൂട്ടത്തിന്റെ ഇടയിലെ നേതാവാണ്. ജനങ്ങൾ ഇപ്പൊ അദ്ദേഹം സഞ്ചരിക്കുന്ന കാറ്, അത് അതിൽ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പൊ ഈ രാജാവ് സഞ്ചരിക്കുന്ന കാറ് പോലെയല്ല, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി രാജാവ് സഞ്ചരിക്കുന്ന പോലെയല്ല. അദ്ദേഹത്തിന്റെ കാറിൽ ഏറ്റവും കുറഞ്ഞ അദ്ദേഹത്തിന്റെ ചിലപ്പോൾ സ്ഥലം ഉണ്ടാവില്ല. അദ്ദേഹത്തിന്റെ വണ്ടിക്കകത്ത് അദ്ദേഹത്തിന് ഇരിക്കാൻ സ്ഥലം ഉണ്ടാവില്ല. പടയാളികളുടെ കൂടെ കുറവ് മാത്രമേ അത്രേ ഉള്ളൂ. അതായത് അല്ല, ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വ്യക്തി, നമ്മൾ ഈ പറയുന്ന ജനസമ്പർക്ക പരിപാടി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ രാവിലെ 7 മണിക്ക് ആരംഭിക്കുന്ന പരിപാടി രാത്രി 12 മണി വരെ നിന്നാണ് അദ്ദേഹം അത് തീർത്തുകൊണ്ടിരുന്നത്. അപ്പോൾ എത്ര ആൾക്കാരുടെ അപേക്ഷകളാണ് അദ്ദേഹം. അപ്പൊ ജനക്കൂട്ടത്തിന്റെ ഇടയിൽ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന നേതാവ് ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തോ പോലെയാണ്. പരാതിക്ക് മുഖം തിരിക്കാത്ത ഒരിക്കലും അദ്ദേഹം ഒരു പരാതിയാണ്. നമ്മൾ ഈ പറയുന്നത് നമ്മൾ രണ്ട് വ്യക്തികളുടെ ആറ്റിറ്റ്യൂഡിന്റെ താരതമ്യപ്പെടുത്തലാണ് നമ്മൾ പറയുന്നത്. ഇതിപ്പോ ഈ കട്ടപ്പനയിലെ ശ്രീ പിണറായി വിജയൻ നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. 10% ബിവറേജസ് ഔട്ട്ലെറ്റ് നമ്മൾ അടയ്ക്കാൻ പോവുകയാണെന്ന് പറയുകയാണ്. ആ സമയത്ത് ഒരാൾ പുറത്തുനിന്ന് പറയുന്നു, സാർ അവിടുത്തെ പൂട്ടരുത്. അപ്പോ ഇദ്ദേഹം അപ്പോ ഇദ്ദേഹം എന്തായിരിക്കും ഉത്തരം പറയാൻ പോകുന്നത്? നിന്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി, ഇവിടുത്തെ മുഖ്യമന്ത്രി ഞാനാണ്, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളടുത്ത് പൂട്ടും. ഇങ്ങനെയായിരിക്കും ചിലപ്പോൾ പറയാൻ പോകുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ അയാളെ ഇവിടുന്ന് മാറ്റാനുള്ള സാഹചര്യം ഉണ്ട്. എന്തായാലും ഇത്ര മനോഹരമായിട്ടുള്ള ഒരു വേദി നമുക്ക് കാണാൻ സാധിക്കില്ല. നമ്മൾ കാണുന്നതൊക്കെ ഈ കർക്കശകരമായിട്ടുള്ള ഒരു മുഖം മാത്രമല്ലേ ഡെയിലി കാണുന്നത്. ഒരു കാലഘട്ടം മാഞ്ഞു പോയതിന്റെ ഒരു അവസ്ഥ ഇത് കാണുമ്പോൾ ഇതിന്റെ അടിയിൽ കമന്റ് കാണണം ചേട്ടാ. ഇതിപ്പോ ഞാൻ ഒരു മാധ്യമ ചാനലിന്റെ മാത്രം വിഷ്വൽസ് ആണ് നോക്കിയത്. മില്യൺസ് ഓഫ് വ്യൂസ് ആണ് ഈ ഉമ്മൻചാണ്ടിയുടെ ഈ വർഷങ്ങൾക്ക് മുമ്പ്. അദ്ദേഹം ഒരു വളരെ ജനങ്ങൾക്കിടയിൽ ജീവിച്ച ഒരു നേതാവ് തന്നെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ പെരുമാറാൻ കഴിയുന്നത്. നമ്മള് ഈ തിരുവനന്തപുരത്ത് ജോലി ചെയ്ത ഒരു വ്യക്തി എന്ന രീതിയിൽ ഈ പല മുഖ്യമന്ത്രിമാരും പല മന്ത്രിമാരും നമ്മൾ വന്നുപോയത് കാണാനുള്ള ഒരു അവസരം നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അവിടെയാണ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ചീഫ് മിനിസ്റ്റർ, അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ സാധാരണക്കാരൻ അദ്ദേഹത്തിന് ഇപ്പം ആതിര പറഞ്ഞ പോലെ അപേക്ഷയുമായി ചെല്ലുന്നവരുടെ മുന്നിൽ അദ്ദേഹം മുഖം തിരിക്കില്ല. നേരെ മറിച്ച് ഇവിടെ നമ്മളൊരു പ്രസിന്റെ ഒരു കാർഡുമായി ചെന്നാൽ പോലും നമ്മുടെ അടിയാധാരം വരെ പരിശോധിച്ച ശേഷം മാത്രമേ ഇവിടെ നമ്മൾ അകത്ത് കയറ്റി. കാണുന്നതേ ചതുർത്ഥിയാണ്. നമ്മളെ ഒരു മുൻകൂട്ടി ചില ധാരണകൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മളോട് സംസാരിക്കുന്നത്. അങ്ങനെയൊക്കെ നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. കാര്യം എന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന നേതാവ് എന്ന് പറയുന്ന അദ്ദേഹം ജനക്കൂട്ടങ്ങൾക്കിടയിൽ നിന്ന നേതാവ് തന്നെ, ജനം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു ശക്തി എന്ന് പറയുന്നത്. അങ്ങനെ ആരുമില്ല, അത് നിൽക്കാൻ കഴിയില്ല. നമ്മൾ പല ആവശ്യങ്ങൾക്കായിട്ട് മുഖ്യമന്ത്രി നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് കാണാൻ പോയിട്ടുണ്ട്. വെളുപ്പംകാലം 5 മണിക്ക്, അതായത് 4 മണിക്കോ 5 മണിക്കോ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുമ്പോൾ അദ്ദേഹം അവിടെ ഫയലുമായിട്ട് ഒരു അരക്കയും ബനിയനും ഇട്ട് അപ്പോഴും ഫയൽ നോക്കിക്കൊണ്ട് ഇരിക്കുന്നില്ല നടക്കുന്ന, ഒരിക്കലും അദ്ദേഹം ഇരിക്കുന്ന കാണത്തില്ല. ഒരിക്കലും അദ്ദേഹം ഇരിക്കില്ല. അതേ ഇങ്ങനെ നടന്നുകൊണ്ട് ഫയൽ നോക്കി ഇത് നോക്കിയിട്ട് തൊട്ടടുത്ത് തന്നെ പ്രൈവറ്റ് സെക്രട്ടറി ഇത് അങ്ങോട്ട് ചെയ്തേക്കുമോ എന്ന് പറയും. ഒരൊറ്റ ഫയൽ മാറ്റി വയ്ക്കുന്ന പരിപാടിയില്ല. അപ്പോൾ നമ്മളിതിൽ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ജനപ്രിയത എന്ന് പറയുന്നത് ഒരു പ്രത്യക്ഷത്തിലൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നതല്ല.
പ്രത്യക്ഷത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അത് മാത്രമല്ല ചേട്ടാ, ഞാൻ ആലോചിക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ നിലവിലെ മുഖ്യമന്ത്രിക്ക് മിസ്റ്റർ പിണറായി വിജയനോ വിളിക്കുന്നത് വളരെ അധികം ഈ ശുഭിതനാക്കുന്ന ഒരു കാര്യമാണ്. അതിനിടയിൽ നിന്നാണ് ഈ ഓസി ഒരു തവണ ഈ ജനങ്ങളുടെ എന്തോ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് ഉമ്മൻചാണ്ടി എന്ന് വിളിക്കുന്ന അതെ, ഇത് ഇപ്പോഴെങ്ങാണ് വിളിച്ചിട്ടുണ്ടായിരുന്നെങ്കിലോ, അത് അങ്ങനെ കമന്റുകളുണ്ട് ചേട്ടാ. ഇപ്പോഴാണ് വിളിച്ചിരുന്നെങ്കിൽ സ്കൂളിൽ ചെന്ന് ശാസിച്ചാൽ ഇങ്ങനെയാണോ വിളിക്കുന്നത്, അല്ലെങ്കിൽ ഒരു നോട്ടം മതി ആ കുഞ്ഞു, പിന്നെ അതിന്റെ ജീവിതകാലം മുഴുവൻ അത് മറക്കില്ല. ഇത് ഇപ്പൊ നമ്മുടെ പുതുപ്പള്ളിയിലെ MLA ആയിട്ടുള്ള ചാണ്ടി ഉമ്മനും പറയുന്നുണ്ട്, തന്നെ ഇപ്പോഴും പലരും ഉമ്മൻചാണ്ടി എന്നാണ് വിളിക്കുന്നത്. ചെറിയ കുട്ടികളൊക്കെ ഉമ്മൻചാണ്ടി അല്ലേ എന്നാണ് ചോദിക്കുന്നത്. താൻ അത് തിരുത്താറുമില്ല എന്ന് പറയുന്നു. കാരണം അവരുടെ മനസ്സിൽ അത് പതിഞ്ഞു പോയിരിക്കുകയാണ് ഉമ്മൻചാണ്ടി എന്നൊരു പേര്. ചിലപ്പോൾ അവർ കണ്ടിട്ടുണ്ടായിരിക്കില്ല, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യം അറിയണമെന്നില്ല, ആ മുഖ്യമന്ത്രി ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടങ്ങൾ അറിയണമെന്നില്ല. പക്ഷേ നമ്മൾ ഈ പുരാണ കഥാപാത്രങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് എനിക്ക് ആ ചരിത്രം മുഴുവൻ അറിഞ്ഞിട്ടായില്ല, അവരുടെ ഒരു ലേബിളായിരിക്കും എനിക്ക് അറിയാവുന്നത്. ശ്രീരാമൻ എന്ന് പറയുന്നത് വളരെ ജനങ്ങൾക്ക് വേണ്ടി ഭരിച്ചിരുന്ന ഒരു രാജാവാണ്. അദ്ദേഹത്തിന്റെ ബാക്കി വേർഷൻ ഓഫ് കഥകളൊന്നും നമ്മൾ അതിനകത്തിൽ അറിയില്ല. ഏറ്റവും സത്യസന്ധനായിട്ടുള്ള ഒരു രാജാവ്, അങ്ങനെയാണ് നമ്മൾ ശ്രീരാമനെ കാണുന്നത്. അതേപോലെ ഏറ്റവും ദുഷ്ടനായിട്ടുള്ള ഒരു രാജാവ് രാവണൻ, അയാൾ കർക്കശക്കാരനായിരുന്നു, ജനങ്ങളോട് നീതിമാനല്ലായിരുന്നു. ഇത് മാത്രമാണ് അവിടുത്തെ അവരുടെ ലേബലായിട്ട് പോകുന്നത്. അതേപോലെ തന്നെയായിരുന്നു ഏറ്റവും നല്ലൊരു നേതാവായിട്ട് ഉമ്മൻചാണ്ടിയെ ഇപ്പോഴും കാണുന്നുണ്ടെങ്കിൽ, ഇപ്പോഴും നമ്മുടെ നിലവിലെ മുഖ്യമന്ത്രിയെ വെച്ച് കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ലജ്ജിക്കേണ്ടിയിരിക്കുന്നു. കാരണം നിങ്ങൾക്ക് ഈ 10 വർഷം കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. അല്ല, അതിൽ നമുക്കുണ്ടാകുന്ന ഒരു സംശയം, ഇത്രയും ഉപദേശകരുണ്ടായിട്ട് ഇത്രയും അദ്ദേഹത്തിന് PR വർക്ക് ചെയ്തിട്ട് വെളുപ്പിക്കാൻ പറ്റുന്നില്ല, അദ്ദേഹത്തിന് മാറ്റാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട് ഈ കൂടെയുള്ളവർ പറയാത്തത്? സാർ, ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ് സാർ, നിങ്ങൾ ഇനിയെങ്കിലും, എന്നിട്ട് അതിനെല്ലാം പറഞ്ഞിട്ട് അതിനെ ന്യായീകരിക്കാൻ നടക്കുന്നതാണ് മറ്റൊരു വശം എന്ന് പറയുന്നത്. ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ ചാനലില് കാരശ്ശേരി മാഷിന്റെ ഒരു സംഭാഷണം ഉണ്ടായിരുന്നു. അതായത് ഈ പറയുന്ന ചർച്ചയിൽ പങ്കെടുത്തത് 2-3 മുതിർന്ന മാധ്യമപ്രവർത്തകരാണ്. അതിൽ കാരശ്ശേരി മാഷ് പറഞ്ഞത്, ഈ പറയുന്ന രീതിയിൽ ഒരു ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ ജനപ്രതിനിധി ഒരു ചോദ്യമുണ്ട് എന്ന് ചോദിക്കുമ്പോൾ, അത് അദ്ദേഹം പറഞ്ഞത് ഈ ഇങ്ങനെ ചോദ്യമുണ്ടെന്ന് ചോദിച്ചത് അവിടെയല്ല ചോദിക്കേണ്ടത് എന്നാണ്. അവിടെയാണ് നമ്മൾ കണ്ടത് ഉമ്മൻചാണ്ടി സാറ് സംസാരിക്കുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ എണീറ്റ്, സാർ ഇന്നടുത്ത ഔട്ട്ലെറ്റ് പൂട്ടരുതെന്ന് പറയുമ്പോൾ പുറകെ നിന്ന് ആള് പറഞ്ഞു കൊടുത്ത് അതിനോട് ചേർന്ന് നിന്ന് ചിരിച്ച് സംസാരിക്കുന്ന ഉമ്മൻചാണ്ടിയാണ്. ചിരിച്ചിട്ടുള്ള ഉത്തരവ് രസകരമാണ്. ഇതുകൊണ്ടാണ് നമ്മൾ ഒറ്റയടിക്ക് പൂട്ടാത്തത്. കാരണം ഇതങ്ങ് ബംഗാളിലൊക്കെ പൂട്ടിയ ബീഹാറിൽ പൂട്ടിയ അവസ്ഥ, ബംഗാളിലും പൂട്ടിയ അവസ്ഥ നമുക്കറിയാമല്ലോ. അപ്പൊ അതേപോലെ അവസ്ഥ ഇവിടെ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ഘട്ടം ഘട്ടമായി പൂട്ടും. വൈരാഗ്യമായിരുന്നു എന്നും തോന്നുന്നു ചേട്ടാ. കാരണം ഇവര് സർക്കാർ കയറിയതിനു ശേഷം ഔട്ട്ലെറ്റുകൾ കൂട്ടി ഏറ്റവും കൂടുതൽ മദ്യവിൽപ്പന ഇവിടെ സാധ്യമാക്കുകയാണ്. അല്ല, അതിനകത്തൊരു വിഷയം എന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ച് അവർ പറയുന്നത് വേറെ പ്രവർത്തിക്കുന്നത് വേറെ എന്നൊരു സ്റ്റൈലാണ്. കാര്യം അവർ മദ്യവർജനം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത്. ഈ ഇറങ്ങാൻ സമയമാകുമ്പോൾ അവർക്ക് ഖജനാവിൽ കാശ് വേണമെങ്കിൽ പുതിയ മദ്യം തന്നെ അവർ ഉണ്ടാക്കി, മദ്യവർദ്ധനം. അതെ, പുതിയ മദ്യം ഉണ്ടാക്കി. എന്നിട്ട് ഈ പറയുന്ന മദ്യ ഉൽപാദനം കേരളത്തിൽ തന്നെ നടത്താനുള്ള പരിപാടി പാലക്കാട് ചെയ്തു കഴിഞ്ഞു. 2 മദ്യത്തിന് പേര് പറയാൻ പറഞ്ഞു. ഇപ്പൊ വരുമാനം എന്ന് പറയുന്ന ഒരു സാധനം അവരിൽ ഇല്ല. വരുമാനം വേണ്ടേ, ഖജനാവിൽ എന്തെങ്കിലും വേണ്ടേ? അതിനു വേണ്ടിയിട്ട്, കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ച് വരുമാനത്തിന് വേണ്ടിയുള്ള ഒരു സോഴ്സ് വേറെ ഇല്ല. അപ്പോൾ പറഞ്ഞ പ്രകടന പത്രികയും എല്ലാം അവിടെ മാറ്റി വെച്ചിട്ട് അദ്ദേഹം അതിന്റെ പുറകെ പോയി. നമ്മൾ മദ്യത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഇന്നലെ ഈ പറഞ്ഞ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞത് മാത്രമല്ല, എൻ്റെ ഓർമ്മയിൽ വരുന്നത്, ഇദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് കോട്ടയത്ത് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ ഇദ്ദേഹം, അന്ന് VS പക്ഷത്തുള്ളവരാണ് അവിടെ വന്ന്, ഇദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ അറിയാതെ ഒന്ന് അവരുടെ VS വന്നപ്പോൾ ഒന്ന് ശരിക്ക് VS ആർത്തു വിളിച്ച, പാർട്ടിക്കകത്ത് 2 ചേരി എന്ന് വളരെ കടുത്ത് നിൽക്കുന്ന ഒരു സമയമാണ്. അന്ന് മഴ ചാറുന്ന വൈകുന്നേരമാണ് ഇദ്ദേഹം അവിടെ സംസാരിക്കാൻ വേദി വരുന്നത്. മദ്യപിച്ചുകൊണ്ട് ഇവിടെ ആരും ബഹളം ഉണ്ടാക്കരുത്, മദ്യപിക്കുന്നവർ മര്യാദയ്ക്കിരുന്നോണം എന്നൊക്കെ പറയുന്ന ഈ പിണറായി വിജയൻ എന്ന സംസ്ഥാന സെക്രട്ടറിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് അടങ്ങുന്ന വീഡിയോ ശകലം, അത് അദ്ദേഹം മുഖ്യമന്ത്രി അല്ലാതിരുന്ന സമയത്തുള്ളതാണ്. അതും കൂടെ നമ്മളൊന്ന് ഓർത്തെടുക്കേണ്ടതാണ് ഈ അവസരത്തിൽ. അപ്പോൾ പഠിച്ചതേ പാടുള്ളൂ എന്ന് പറയുന്ന പോലെ നമ്മളൊരു വ്യക്തി മോൾഡ് ചെയ്യപ്പെടുന്നത് അയാളുടെ വീട്, അയാളുടെ ചുറ്റുപാട്, അയാളുടെ പരിസരം, അയാൾ പഠിക്കുന്നത്, അയാൾ വായിക്കുന്നത് ഒക്കെയാണ്, ചുറ്റുപാടാണ് ഒരു വ്യക്തിയെ ശരിക്കും മോൾഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇതിൽ അദ്ദേഹം പരുക്കൻ
പരുക്കൻ ജീവിതശൈലിയുടെ ആളാണെന്നൊക്കെ ന്യായീകരിക്കുന്നവരുണ്ട്. അദ്ദേഹം ജീവിച്ചു വന്ന, അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന വിഷയങ്ങൾ, പരുക്കൻ ജീവിതശൈലി. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ പോലെ തന്നെ നിരവധി നേതാക്കൾക്ക് പോലീസ് മർദ്ദനം കിട്ടിയിട്ടുണ്ട്. നമ്മള് മോഡൽ ചെയ്യുന്നതാണ് ചേട്ടാ. ഇപ്പോ എന്റെ സാഹചര്യത്തിൽ തന്നെ ജീവിക്കുന്ന, എന്റെ കൺമുമ്പിൽ ഞാൻ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ അസഭ്യം പറയുന്ന അല്ലെങ്കിൽ മദ്യപിക്കുന്ന ഈ ഒരു കൂട്ടത്തെ ആയിരിക്കാം. പക്ഷെ അത് വേണോ വേണ്ടയോ നമ്മളാണ് തീരുമാനിക്കാം. അത് തീരുമാനിക്കേണ്ടത് നമ്മളാണ് തീരുമാനിക്കാനുള്ളത്. എനിക്ക് ഏത് നല്ലത് വേണം. സംസ്കാരം രൂപപ്പെടുന്നത് നമ്മുടെ കുടുംബം, സാഹചര്യം, ഇത്തരം കാര്യങ്ങളിൽ നിന്നാണെന്ന് പറഞ്ഞു വെക്കുന്നുണ്ടെങ്കിലും പക്ഷേ അത് നമുക്ക് മാറ്റാൻ പറ്റും. അതാണ് നമ്മുടെ മനസ്സിന്റെ ഒരു പ്രത്യേകത. നമുക്ക് സ്വയം നമ്മളെ മാറ്റിക്കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. നമ്മളുടെ കൈക്കുള്ളിലാണ് നമ്മുടെ മനസ്സുള്ളത്. നമ്മൾ തന്നെ വിചാരിക്കണം. അതെ, അതാണ് നമ്മൾ സന്തോഷിക്കണമെങ്കിലും നമ്മൾ വിഷമിക്കണമെങ്കിലും നമ്മൾ ഒരാളോട് എങ്ങനെ പെരുമാറണമെങ്കിലും നമുക്കത് മാറ്റാനുള്ള ഒരു കഴിവ് നമുക്കുണ്ട്. അത് ചിലപ്പോൾ ഇത്തരം കാര്യങ്ങളെ പറ്റി അവർ ബോധവാന്മാരാകാത്തത് കൊണ്ടായിരിക്കാം. ഞാൻ നിരന്തരം കർക്കശക്കാരായിട്ടുള്ള ആൾക്കാർ കൂടെയാണ് ജീവിച്ചതുകൊണ്ട് ഞാനും അങ്ങനെയാണ്, എന്റെ നാട് അങ്ങനെയാണെന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ അദ്ദേഹം ഈ പറയുന്ന പോലീസ് മർദ്ദനം ഏറ്റിട്ടുണ്ട്, അദ്ദേഹം അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിലായിട്ടുണ്ട്, പോലീസ് ചവിട്ടിയിട്ടുണ്ട്, എടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയണമെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രി ആയ ശേഷം ഇവിടെ എത്ര യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തലമണ്ട അടിച്ച് പൊട്ടിക്കുമ്പോഴത്തേക്കും അദ്ദേഹം തന്നെ എന്താ പറഞ്ഞത്? അദ്ദേഹത്തിന്റെ ജനസമ്പർക്ക അങ്ങനെയാണെങ്കിൽ നമ്മള് രാഷ്ട്രപിതാവിനെ പറ്റി ആലോചിക്കണം. ഏറ്റവും കൂടുതൽ അടികൊണ്ടതും ചവിട്ടുകൊണ്ടതും നിരാഹാര സമരം ചെയ്ത ഗാന്ധിജിയാണ്. അദ്ദേഹത്തിന് വരുന്ന മാർഗമല്ലല്ലോ. അല്ലെന്നേ, അവര് ഗാന്ധിയൊന്നും അദ്ദേഹം ആവണ്ട. ഗാന്ധിയെ കുറിച്ച് കേട്ടുള്ളത്, ഗാന്ധിക്ക് വരുന്ന കത്തുകൾക്ക് എല്ലാ കത്തുകൾക്കും മറുപടി കൊടുക്കുന്ന ഒരാളായിരുന്നു ഗാന്ധി. നമ്മൾ ഗാന്ധിയൊന്നും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവണ്ട. പക്ഷേ ജീവിതത്തിലെ ഈ പറയുന്ന പരുക്കൻ അനുഭവങ്ങൾ ഒരു വ്യക്തിയെ ഇപ്പൊ അതിന് പറഞ്ഞ പോലെ വേറൊരു വ്യക്തിയാക്കി മാറ്റാനോ മോൾഡ് ചെയ്യാനോ ഒരു മനുഷ്യന് കഴിയും. അതൊന്നും ഒരു സാധൂകരണമൊന്നും അല്ല. ഈ വ്യക്തിത്വം രൂപപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വയം അത് പഠിച്ചുണ്ടാകുന്നതാണ്. അതിന്റെ അപ്പുറത്തേക്കും എനിക്ക് ധൈര്യം ഉണ്ടാകുന്നതും എനിക്കൊരു വിഷയത്തിൽ ഇടപെടാൻ സാധിക്കുന്നതും ബാക്കി അതൊക്കെ എന്റെ ടാലന്റിനകത്ത് പെടുന്ന ബാക്കി കാര്യങ്ങളാണ്. പക്ഷെ എന്റെ മുന്നിലേക്ക് വരുന്ന ഒരാളോട് ഇങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് അതെന്റെ വ്യക്തിത്വ രൂപീകരണത്തിൽ പെടുന്ന ഒരു കാര്യമാണ്. എന്റെ മുന്നിലേക്ക് സങ്കടപ്പെട്ട് വരുന്ന ഒരാളെ വീണ്ടും കുത്തി നോവിക്കാനാണെങ്കിൽ പിന്നെ എനിക്ക് ഒരു ആശ്രയമാകാൻ സാധിക്കില്ലല്ലോ. ഒരു ആശ്രയം കൂടിയാണ് ഒരു അധിപൻ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന്റെ ഒരു ജനനേതാവ് എന്ന് പറയുന്നത്. ഇപ്പൊ അദ്ദേഹത്തിനെ തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾ വിട്ട ഒരാളാണ്. ജനങ്ങൾ അദ്ദേഹത്തിന് കൊടുത്ത ഒരു പദവിയാണ്. അതിലിരിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെയാണ് പെരുമാറുന്നത്. അതിന് പറയുന്ന സാധൂകരണം പത്രസമ്മേളനത്തിലാണെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, അല്ലാത്തതിലാണെങ്കിൽ ഇങ്ങനെ ചോദിക്കാം. സാർ, ഇനി താങ്കൾക്ക് വേണ്ടി എന്തൊക്കെ താങ്കളുടെ ന്യായീകരണ തൊഴിലാളികൾ പറഞ്ഞാലും ഈ സുഖ സൗകര്യങ്ങളെല്ലാം തന്നിട്ട് നമ്മളെ കുത്തി നോവിക്കുന്ന ഒരാളുടെ അടുത്ത് നമുക്ക് എങ്ങനെയാണ് സന്തോഷത്തോടെ നിൽക്കാൻ പറ്റുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടുത്തെ സൈബർ ഇടങ്ങൾ പറയുന്നത്, ഇടത് സൈബർ ഇടങ്ങൾ പറയുന്നത് 2016 എങ്ങനെയായിരുന്നു, 2011 ഇവിടെ എങ്ങനെയായിരുന്നു, അതേപോലെയാണോ 2026 നമുക്ക് ഇവിടെ ഉണ്ടായ മാറ്റങ്ങളെ പറ്റി ചിന്തിക്കൂ, വികസനങ്ങളെ പറ്റി ചിന്തിക്കൂ. അന്ന് ഒരു പത്രം വരെ ഇറക്കിയിട്ടുണ്ടായിരുന്നല്ലോ 2016-ന്റെയും 2026-ന്റെയും വ്യത്യാസം. അതിനെപ്പറ്റി ഒരുപാട് ആൾക്കാർ റീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്കൊന്ന് പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു, എന്റെ ഭരണാധികാരി ഇത്തരത്തിലുള്ള ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത് എങ്കിൽ എനിക്ക് വ്യക്തിപരമായ ഒരു പ്രശ്നമുണ്ടായി അല്ലെങ്കിൽ എന്റെ പ്രസ്ഥാനവുമായി എന്റെ നാടുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ എനിക്ക് അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് പോകാനുള്ള ഒരു ആഗ്രഹവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആർജവും ഉണ്ടാവില്ല. അതാണ് അവരുടെ നിന്ന് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രതികരണം. ഇങ്ങനെയല്ലേ നിരന്തരം ഞാൻ നോക്കുന്ന സമയത്ത് എല്ലായിടത്തും നെഗറ്റീവ് വെർഷൻ. ഇദ്ദേഹം ചെയ്യുന്ന PR പരിപാടികൾക്ക് മാത്രം ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി. പിന്നെ വാർത്താ സമ്മേളനത്തിൽ ഒരിക്കലും ഇദ്ദേഹം ചിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന്റെ ട്രോൾ ഇതുവരെ തീർന്നിട്ടില്ല. എന്ത് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാലും പൊട്ടിച്ചിരിക്കുന്നു. അല്ല, അത് പറഞ്ഞു പഠിപ്പിച്ചു വിട്ടിരിക്കുന്നതാണ്. എന്ത് ചോദിച്ചാലും ഈ പത്രസമ്മേളനത്തിൽ ഇങ്ങനെ പറയാം, അല്ല അത് പഠിപ്പിച്ചു വിട്ടിരിക്കുന്നതാണ്. ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എത്ര അലക്കി തേച്ച് വെളുപ്പിച്ച് നോക്കിയിട്ടും സ്വഭാവം മാറുന്നില്ല. അപ്പൊ PR വർക്കിലൂടെ അങ്ങനെ പെരുമാറണം, ഇങ്ങനെ പെരുമാറണം. ഇപ്പൊ തന്നെ നിങ്ങൾ കണ്ടോന്ന് എനിക്കറിയില്ല. ഇതിപ്പോ ഇന്നലത്തെ ആ വേദിയിൽ ഒരാൾ പറഞ്ഞു അയാൾ പാർട്ടിക്കാരനാണെന്ന്, അയാളെ തെരഞ്ഞു പിടിച്ച് അയാളെ കൊണ്ട് പറഞ്ഞു പറയിച്ചു ഞാൻ അദ്ദേഹത്തിന്റെ ആരാധകനാണ്, അങ്ങനെ പറഞ്ഞ പേടിച്ചിട്ടാണ് വേറൊരു പെൺകുട്ടി തിരുവനന്തപുരത്ത് അമ്പൂരിയിൽ ഒരു ജില്ലാ പഞ്ചായത്ത് അംഗം പ്രായം കുറഞ്ഞൊരു കുട്ടി ഫോട്ടോ എടുക്കണം എന്നുള്ള രീതിയിൽ അത് പറയുമ്പോഴത്തേക്ക് അദ്ദേഹം തട്ടി മാറ്റിയിട്ട് പോയിട്ട് അവസാനം ആ കുട്ടിയെ കൊണ്ട് പറയിച്ചു. ഫോട്ടോ എടുക്കുന്ന അത് ആ കുട്ടിയെ കൊണ്ട് പറയിച്ചു. അതിനുവേണ്ടി അദ്ദേഹത്തിന് ന്യായീകരണ തൊഴിലാളികൾ വേറെയുണ്ട്. അപ്പൊ ഇവിടെ ഇത്രേ പറയാനുള്ളൂ, തനിക്ക് ഇനി മാറാൻ കഴിയില്ല, താൻ ഇങ്ങനെയൊക്കെയാണ്. നമ്മളെ മുന്നിൽ നടന്നു പോയിട്ടുള്ള നിരവധി പേരുണ്ട്. ആ കാലം മിസ് ചെയ്യുന്നുണ്ട്. ആ കാലത്തെ തിരിച്ച് ഒരു കാര്യം കൂടെ നമ്മൾ ആഗ്രഹിക്കുന്നു. അല്ല, ആതിര പറഞ്ഞ ഒരു കാര്യം ഇതിനകത്ത് നമ്മൾ എടുത്തു പറയണം. കാര്യം കാലത്തിനുണ്ടായ ഒരു മാറ്റമുണ്ട്. അതായത് ഇവർ പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാർ അല്ലെങ്കിൽ ഇവരുടെ സൈബർ ഇടങ്ങൾ പറഞ്ഞ 16-ലെ കാര്യം, 20-ലെ കാര്യം അല്ലെങ്കിൽ 11-ലെ കാര്യം, 2011, 16-ലൊക്കെ കാര്യം, അവരോട് നമുക്ക് പറയാനുള്ളത്
കാലാനുസൃതമായ മാറ്റം ഈ സമൂഹത്തിന് വന്നിട്ടുണ്ട്. കാലാനുസൃതമായ മാറ്റം ഉണ്ടാകുമ്പോൾ മനുഷ്യനും അതനുസരിച്ച് മാറണം. അത് നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് ഇനിയും മാറാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സൈബർ ഇടങ്ങളിലൂടെ അദ്ദേഹത്തിനെ തിരുത്താനുള്ള കാര്യങ്ങൾ തിരുത്തണം. എങ്ങനെ തിരുത്തണമെന്ന് നിങ്ങൾ തന്നെ കുറിപ്പ് തയ്യാറാക്കി അദ്ദേഹത്തിനെ പറഞ്ഞ് പഠിപ്പിക്കുക. കാര്യം കാലാനുസൃതമായ മാറ്റം ഇല്ലാത്തൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം മാറണം. മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ മാറിയേ പറ്റൂ. എന്തായാലും ഓസി നിങ്ങൾ ജനഹൃദയത്തിൽ വീണ്ടും വസിച്ചുകൊണ്ടിരിക്കുന്നു. കാലത്തിന് അതീതമായി നിങ്ങളെ ജനങ്ങൾ ഓർക്കുന്നു. അത് ഇനി ഏത് ഭരണാധികാരി വന്നിട്ടുണ്ടെങ്കിലും ഇപ്പൊ നിങ്ങളുടെ പ്രസ്ഥാനത്തിൽ നയനാർ മുഖ്യമന്ത്രി ആയിരുന്നില്ലേ? നയനാർ എങ്ങനെയായിരുന്നു? വി എസിനെ നിങ്ങൾക്കറിയോ? വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന നേതാവിനെ മാറ്റിയെടുത്തതാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ. അദ്ദേഹം ഇതുപോലെ സംസാരിക്കുന്ന ഒരാളായിരുന്നു. ജനത്തിനോട് മുഖത്ത് നോക്കി സംസാരിക്കില്ലായിരുന്നു. അദ്ദേഹം ഒരു ഭയങ്കര കാർക്കശക്കാരനായിരുന്നു. പക്ഷെ അദ്ദേഹത്തെ മാറ്റിയപ്പോൾ അദ്ദേഹം മാറി. അതെ, കാലമാണ് മാറേണ്ടതിന്റെ ആവശ്യമുണ്ട്. എന്തായാലും നിങ്ങളുടെ പ്രസ്ഥാനത്തിൽ നിന്ന് തന്നെ ഒരു മുഖ്യമന്ത്രി വന്നെങ്കിൽ പോലും, കോൺഗ്രസിന്റെ ആള് തന്നെ വന്നാൽ പോലും ഓസിയുടെ സ്ഥാനം ഇന്നും ജനഹൃദയങ്ങളിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. ഇൻബോൺ ആണ്, ഇൻബോൺ ആയിട്ട് ഉണ്ടാകുന്നതാണ്. അല്ലാതെ ഏച്ച് കെട്ടിയാൽ അത് മുളച്ചിരിക്കും. അത് ഇൻബോൺ ആയിട്ട് ഉണ്ടായതാണ്. ഇൻബോൺ ആയിട്ട് ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്ന പോലെ നമ്മൾ തന്നെ വിചാരിക്കണം. ഇൻബോൺ മാറ്റിയെടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയും.